വേളാർവട്ടം ക്ഷേത്രത്തിലെ അന്നദാന കൗണ്ടറാണ്. അവിടെ കുറേ ചേച്ചിമാരാണ് നിൽക്കുന്നത്. ലച്ചു മോളെ വണ്ടിയിൽ കാറിലിരിക്കുകയാണ്. അവൾക്ക് ഒരിച്ചിരി ചോറ് ഞാൻ തന്നു വിടുമോയെന്ന് ചോദിച്ചു നോക്കട്ടെ. കുഞ്ഞു വണ്ടി നടക്കാൻ മതി. അമ്മ ഒരിച്ചിരിയും സാമ്പാർ വെച്ച് കുറച്ച് സാമ്പാർ വെച്ചാൽ മതി. കുഞ്ഞിന് മതി മതി മതി. ഇച്ചിരി വേണ്ട ഏരിയ അവൾ കഴിക്കും. വേണ്ട, എനിക്ക് ആ ചേച്ചിമാർ ചോറ് തന്നിട്ടുണ്ട്. ഇത്രയും കൂട്ടാനും കറിയെല്ലാം ഉണ്ട്. ഈ ചോറ് കൊണ്ട് ഞാൻ ലച്ചുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. കാറിൽ അങ്ങ് വെളിയിലാണ് ലച്ചു മോള് വെളിയിൽ കാറിനകത്തിരിക്കുക. കാറിൻ്റെ അടുത്തെത്തി. വേണ്ട, ലച്ചു ഇരിക്കുന്നു. ലച്ചുവിന് ഞാൻ ചോറ് കൊടുക്കാൻ പോവാന്ന്. നല്ല ചൂടുണ്ടല്ലോ. വേണ്ട, ഇങ്ങനെയുള്ള ചേച്ചിമാരെ വേണം അന്നദാന കൗണ്ടറിൽ നിർത്താൻ. അവരോട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ കുഞ്ഞ് കാറിലിരിക്കുക, ഇച്ചിരി ചോറ് പ്ലേറ്റിൽ അങ്ങ്, അതായത് ഒരുപാട് വെളിയിലായിട്ടാണ് കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. അവിടോട്ട് തന്നു വിടും. കാരണം അവർക്ക് നമ്മളെ ആരും അറിയത്തോലുമില്ല. നമ്മൾ ഒരുപാട് ദൂരേന്ന് ചെന്നതല്ലേ, നമ്മളെ അറിയത്തില്ല. എന്നാലും കുഞ്ഞു കാറിലുണ്ട്. അവർ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ, കാണിച്ചു പോലും കൊടുത്തില്ല. അവരോട് ഉണ്ടെന്ന് പറഞ്ഞ ഇത് തന്നെ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അതിനെന്തോ കൊണ്ടുപോയി കൊടുത്തോന്ന് പറഞ്ഞ് അവർ തന്നു വിട്ട് ചോറ് കുഞ്ഞിന് കൊടുക്കാൻ. ഇങ്ങനെയുള്ള ആൾക്കാർ വേണം അന്നദാന കൗണ്ടറിലൊക്കെ നിൽക്കാൻ, മനുഷ്യത്വമുള്ള ആൾക്കാർ. ഏകദേശം കഴിച്ച് കഴിയാറായി. അവൾക്ക് മതിയെന്നുള്ള രീതിയായി. അത്രയും ചോറ് പോലും അവൾ കഴിക്കത്തില്ല, കുറച്ച് ചോറേ കഴിക്കത്തില്ല. ഇപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു തുടങ്ങി. ഇത് ഞങ്ങളുടെ ഈ വേളാർവട്ടം ക്ഷേത്രം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം, അതായത് ചേട്ടൻ്റെ കുടുംബക്ഷേത്രം ഈ വേളാർവട്ടം. അത് ഞങ്ങൾ വർഷത്തിൽ 2 തവണ വരാറുണ്ട്. കുഞ്ഞിന് മതിയായി. അവൾ മുഖം തിരിച്ചു തുടങ്ങി. അവൾക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ പിന്നെ വാ തുറക്കത്തില്ല. അവൾക്ക് വേണ്ടാതായി. അതാ ഒരു തവി ചോറ് കൂടുതൽ അവൾ കഴിക്കാറില്ല. വേണ്ടേ കുഞ്ഞിന്, വേണ്ടേ? ഇങ്ങോട്ട് നോക്കിക്കേ ലച്ചു മോനെ, ഇങ്ങോട്ട് നോക്കിക്കേ. ചോറ് മതിയോ? കഴിച്ചോ. ലച്ചു എന്താ വേണ്ടേ? വേണ്ടേ? വേണ്ടാന്ന് തോന്നിക്കഴിയുമ്പോഴാണ് കരയാൻ തുടങ്ങുന്നത്. വേണ്ടെങ്കിൽ പിന്നെ അവൾ കരച്ചില്ല. അവൾക്ക് സങ്കടമൊക്കെ വരും വേണ്ട എന്നുണ്ടെങ്കിൽ. പിന്നെ കരയുന്ന എന്തിനാ? മതി മതി, ഇനി കഴിക്കണ്ട കേട്ടോ, കുഞ്ഞ് കഴിക്കണ്ട.